ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മാത്സ് ആണ്. 3ാം ക്ലാസ്സിലെ മാത്സ് യൂണിറ്റ് 1 ലെറ്റ്സ് ഡ്രോ എന്നാണ്. അപ്പോൾ എല്ലാവരും ഈ യൂണിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കുറച്ച് വൈകിപ്പോയി. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ എക്സാമിനും എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണോ നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമാവും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. ലെറ്റസ് ഡ്രോ, നമുക്ക് വരയ്ക്കാം. ആദ്യം തന്നെ വെൽക്കം ഫെസ്റ്റ് ആണ്, പ്രവേശനോത്സവമാണ് കേട്ടോ. ഇവിടെ Anu and Subi are in class 3. Their school is decorated for the welcome fest. Color the festoons and make the picture prettier. Festoons എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെസ്റ്റൂൺസ് കളർ ചെയ്യുക, ഈ തോരണങ്ങൾ കളർ ചെയ്യുക. ആൻഡ് ദ പിക്ചർ, മേക്ക് ദ പിക്ചർ പ്രിറ്റിയർ, കൂടുതൽ ഭംഗിയാക്കുക. അപ്പോൾ അനുവിൻ്റെയും സുബിയുടെയും സ്കൂളിലെ പ്രവേശനോത്സവത്തിന് അവരുടെ സ്കൂൾ ഡെക്കറേറ്റ് ചെയ്തേ കണ്ടില്ലേ? അപ്പോൾ ആ ഫെസ്റ്റൂൺസ് നിങ്ങൾ കളർ ചെയ്യുക. അതേപോലെ തന്നെ മേക്ക് ദ പിക്ചർ പ്രിറ്റിയർ. ഓക്കെ, ഗവൺമെൻറ് LP സ്കൂളാണ് കേട്ടോ ഈ തന്നിരിക്കുന്ന സ്കൂള്. കൗണ്ട് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റൂൺസ്. ഓരോ ഷേപ്പിലുമുള്ള ഫെസ്റ്റൂൺസ് കൗണ്ട് ചെയ്ത് വേണം നിങ്ങൾ എഴുതാൻ. കൗണ്ട് ചെയ്തോ? ദർ ആർ 11 റെക്റ്റാങ്കിൾസ്. അതേപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പ് എത്രയാണ്? 33 ആൻഡ് 21 സർക്കിൾ ഷേപ്സ്. ഓക്കെ, ഗ്രീറ്റിംഗ് കാർഡ്. വിധു ഈസ് എ ന്യൂ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ഇയർ. വിധു ഈസ് എ ന്യൂ സ്റ്റുഡൻറ്റ് ദിസ് ഇയർ. വിധു ഈ വർഷം ഒരു പുതിയ കുട്ടിയാണ്, അവിടെ വന്നിരിക്കുകയാണ്. ദ അതേഴ്സ് വാണ്ട് ടു മേക്ക് ഹിം എ ഗ്രീറ്റിംഗ് കാർഡ്. മറ്റുള്ളവർ അവന് വേണ്ടി ഒരു ആശംസ കാർഡ് ഉണ്ടാക്കുകയാണ്. സുബിയും കൂട്ടുകാരും ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. സുബി ആൻഡ് അതേഴ്സ് ആർ ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് സ്റ്റിക്കിംഗ് ഡോട്ട്സ് ടു മേക്ക് ഇറ്റ് പ്രിറ്റി. അത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പിക്ചേഴ്സും അതേപോലെ ഡോട്ട്സ്, പൊട്ടുകളും ഒക്കെ ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. ക്യാൻ യു ഹെൽപ്പ്? നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? ദർ ഈസ് 1 ഡോട്ട് ഇൻ ദ പിക്ചർ. അവിടെ ഒരു ഡോട്ട് കാണുന്നില്ലേ? ഒരു പിക്ചറിൽ ഒരു ഡോട്ട് കാണുന്നുണ്ട്. ആ ഡോട്ട് ഹൗ മെനി മോർ ഓഫ് ദ സെയിം സൈസ് ക്യാൻ യു ഫിക്സ് അറൗണ്ട് ഇറ്റ്? ആ സെയിം സൈസിലുള്ള എത്ര ഡോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ കഴിയും, ഫിക്സ് ചെയ്യാൻ കഴിയും? ഇനി അവിടെ നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം. വാട്ട് ഐ ഗസ്ഡ്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇതിൽ 4 ആണ് ഗസ് ചെയ്തത്. അധികം പേര് 4, 5 ഒക്കെ ഗസ് ചെയ്തു. ഹൗ മെനി ഡോട്ട്സ് കുഡ് ഐ ആക്ച്വലി ഫിക്സ്? നിങ്ങൾ ശരിക്കും ഫിക്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞു? 5 or 6 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ മെനി ആർ ദർ ചോദിച്ചപ്പോൾ 6 നമ്പേഴ്സ് എന്നാണ് നമ്മൾ അവിടെ എഴുതുന്നത് കേട്ടോ. ഹൗ മെനി ഡോട്ട്സ് കുഡ് ഐ ആക്ച്വലി ഫിക്സ് എന്നുള്ളടത്ത് 6 നമ്പേഴ്സ്. ചെക്ക് യുവർ ഗെസ് വിത്ത് ദിസ് നമ്പർ. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് അല്ലേ? 4, 5 എന്നുള്ളത് 6 ആണ്, അല്ലെങ്കിൽ 5 ആണ് നമ്മൾ ആക്ച്വലി ഫിക്സ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇവിടെ വെൽക്കം ടു വിധു എന്ന് എഴുതിയ ഗ്രീറ്റിംഗ് കാർഡിൽ നിങ്ങൾക്ക് ചിത്രങ്ങളും ആ പൂക്കളൊക്കെ വരച്ച് മനോഹരാക്കാം കേട്ടോ. വെൽക്കം ടു വിധു. ക്യാൻ യു ഡ്രോ? ഇനി നിങ്ങൾക്ക് വരയ്ക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്? സീ ദ പിക്ചർ മെയ്ഡ് വിത്ത് സർക്കിൾസ്. ക്യാൻ യു കളർ ഇറ്റ്? സർക്കിൾസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പിക്ചറാണിത്. ഇതിനെ നിങ്ങൾക്ക് കളർ ചെയ്യാൻ കഴിയുമോ? കളർ ചെയ്ത് നോക്കുക. ഇതാരാ? ഇതൊരു മങ്കി പോലെ ഉണ്ട് അല്ലേ? മങ്കി. ഡ്രോ അനദർ പിക്ചർ യൂസിങ് സർക്കിൾസ്.
നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ വരയ്ക്കുന്ന സെയിം സർക്കിൾസ് പിക്ചർ ഏതാണ്? ഒരു പുഴു അല്ലേ? ഹൗ ഡിഡ് യു ഡ്രോ ദ സർക്കിൾസ്? എങ്ങനെയാണ് നിങ്ങൾ സർക്കിൾസ് വരയ്ക്കുക? ഐ യൂസ്ഡ് എ കോമ്പസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ആൻഡ് ട്രേസ്ഡ് റൗണ്ട് ഓബ്ജക്ട്സ് ലൈക്ക് എ ബോട്ടിൽ ക്യാപ്പ് പോലെയുള്ള ഒബ്ജക്ട്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. എനി അതർ വേ ടു ഡ്രോ സർക്കിൾസ്? വേറെ വല്ല വഴിയുണ്ടോ? യെസ്, ഐ ക്യാൻ യൂസ് റൗണ്ട് ഒബ്ജക്ട്സ് ലൈക്ക് എ കോയിൻ, ലിഡ് ഓർ ബാങ്കിൾ ആൻഡ് ട്രേസ്. അപ്പോൾ കോയിനോ അടപ്പോ വളയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. ഷേപ്സ് ഇൻ എ ബോട്ട്. ഒരു ബോട്ട് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഈ ബോട്ടിലുള്ള ഏതൊക്കെ ഷേപ്സ് ആണ് വന്നിരിക്കുന്നത് നോക്കാം. വിധു ലൈക്ഡ് ദ കാർഡ്. വിധുവിന് കാർഡ് നല്ല ഇഷ്ടമായി. ഹി ഗേവ് ദം എ പേപ്പർ ബോട്ട് ഹി മെയ്ഡ്. അവനെന്ത് ചെയ്തു? അവനൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തു. അൺഫോൾഡ് ദ ബോട്ട്. ആ പേപ്പർ ബോട്ട് ഉണ്ടാക്കിയ ആ ബോട്ടിനെ അൺഫോൾഡ് ചെയ്തു. മടക്കിയിട്ടാണല്ലോ പേപ്പർ ഉണ്ടാക്കുക. അതിനെ അൺഫോൾഡ് ചെയ്തു. വാട്ട് ഷേപ്സ് ഡു യു സീ? നോക്കൂ, ഏതൊക്കെ ഷേപ്സ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്? ദർ ആർ 2 ഷേപ്സ് അല്ലേ? റെക്ടാങ്കിൾ, ട്രയാങ്കിൾ. റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഇൻ ദിസ് ടേബിൾ. ഷേപ്പ്, നെയിം, നമ്പർ. അപ്പോൾ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള എത്ര ഷേപ്സ് അവിടെ ഉണ്ട്? റെക്ടാങ്കിൾ നോക്കാം. 1 2 3 4. 1 2 3 4. ഓക്കെ. ട്രയാങ്കിൾ ഷേപ്പ് എത്ര ഉണ്ട്? ട്രയാങ്കിൾ 1 2 3 4 5 6, പിന്നെ 7 8 9 10. 10 ആണ്. How many triangle shapes? 10. Okay. Anu unfolded the boat and cut along the folds. ഈ ഫോൾഡ്, ഈ മടക്ക് കൂടെ അനു അത് കട്ട് ചെയ്തു. See how she pasted the shapes in her notebook. അപ്പോൾ നോക്കുക എങ്ങനെയാണ് അവൾ ഇത് പേസ്റ്റ് ചെയ്തത്. വെട്ടിയെടുത്തതിനെ അവൾ എങ്ങനെയാണ് പേസ്റ്റ് ചെയ്തതെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. കണ്ടില്ലേ? ലൈക്ക് ദിസ് പേസ്റ്റ് ദീസ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് മേക്ക് മോർ പിക്ചേഴ്സ്. ഇനി നിങ്ങൾ ഇതിനെ വേറെ തരത്തിൽ ഒട്ടിച്ച് കൂടുതൽ രൂപങ്ങൾ ഉണ്ടാക്കണം. നോക്കുക. ലെറ്റ്സ് മേക്ക് ഷേപ്സ്. കട്ട് ഔട്ട് എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. അതിനെ ഇങ്ങനെ 2ആയി മുറിക്കണം. കട്ട് ഇറ്റ് ഇൻ ടു 2 പീസസ് ആസ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ പറഞ്ഞ പോലെ 2ആയി മുറിക്കണം. ജോയിൻ ദ പീസസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. എന്നിട്ട് അതിനെ പലതരത്തിൽ ജോയിൻ ചെയ്യുക. വാട്ട് ഷേപ്സ് ക്യാൻ യു മേക്ക്? നൗ കട്ട് ഇറ്റ് ഇൻ ടു 4 ആൻഡ് ട്രൈ. എന്തൊക്കെ ഷേപ്പാണ് ഇതുപോലെ 2 എണ്ണത്തിനെ വെട്ടി ഒട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്? ഇനി നിങ്ങൾ ഇതിനെ 4 എണ്ണാക്കിയിട്ടും കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ചതുരം 2ആയി മുറിച്ച് പല തരത്തിൽ ചേർത്ത് വെച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കൂ എന്നാണ് പറഞ്ഞത്. ഏതെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് ഒരു ചതുരത്തിനെ ഇതേപോലെ 2 ട്രയാങ്കിൾ ആക്കിയിട്ട് വെക്കാം. 2 ട്രയാങ്കിളിനെ തന്നെ പല തരത്തിൽ വെച്ചിരിക്കുകയാണ് ഇതിൽ. ഈ 2 ട്രയാങ്കിളിനെ പല തരത്തിൽ വെച്ചിരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് 4ആയി മുറിച്ചാൽ എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് നോക്കിയാലോ? നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കൂ. അപ്പോഴും കിട്ടുന്നത് ട്രയാങ്കിൾസ് തന്നെയാണ്. ട്രയാങ്കിൾസിനെ പല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ലെറ്റ്സ് മേക്ക് ഷേപ്സ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് റെക്ടാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് വിത്ത് ഈർക്കിൾ ബിറ്റ്സ്. ഈർക്കിൾ കഷ്ണങ്ങൾ കൊണ്ട് അനുവും ഫ്രണ്ട്സും റെക്ടാങ്കിൾസും ട്രയാങ്കിൾസും ഉണ്ടാക്കുകയാണ്. യൂസ് 24 ഈർക്കിൾ ബിറ്റ്സ് ഓഫ് ദ സെയിം ലെങ്ത് ടു മേക്ക് റെക്ടാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്.
24 ഈർക്കിൾ കഷ്ണങ്ങൾ കൊണ്ടാണ് ഇവർ റെക്ടാങ്കിൾസും ട്രയാങ്കിൾസും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് ദെയർ നമ്പേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. ഒരേ നീളമുള്ള 24 ഈർക്കിൾ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചതുരങ്ങളും ത്രികോണങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ഈർക്കിൾ കഷ്ണങ്ങൾ ഉപയോഗിച്ചാലാണ് ഒരു റെക്ടാങ്കിൾ ആവുക. അല്ലേ? യൂസ് ഫോർ സ്റ്റിക്സ്. അല്ലേ? യൂസ് 4 sticks. A rectangle can be made using 4 pieces of ഈർക്കിൾ ബീഡ്സ്. അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 8 ഈർക്കിൾ ബീഡ്സ് 2 rectangles, 12 ഈർക്കിൾ ബീഡ്സ് 3 rectangles. പിന്നെ അത് കൂടെ വീണ്ടും നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? അപ്പോൾ ആദ്യം 4 ഈർക്കിൾ ബീഡ്സ് കൊണ്ട് 1 rectangle, പിന്നെ 2 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ 8, അങ്ങനെയല്ലേ? 3 rectangles-ന് 12, 4 rectangles-ന് 16, 5 rectangles-ന് 20, 6 rectangles-ന് 24 ഈർക്കിൾ ബീഡ്സ് അങ്ങനെ ആവശ്യമുണ്ട്. അല്ലേ? ഇനി അതേപോലെ തന്നെ ട്രയാങ്കിൾ ഉണ്ടാക്കണം. അപ്പോഴോ എ ട്രയാങ്കിൾ ക്യാൻ ബി മെയ്ഡ് യൂസിങ് 3 pieces ഓഫ് ഈർക്കിൾ ബീഡ്സ്. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 pieces മതി. അല്ലേ? അപ്പോൾ 1 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 ഈർക്കിൾ ബീഡ്സ്. അപ്പോൾ 6 ഈർക്കിൾ ബീഡ്സ് കൊണ്ട് 2 ട്രയാങ്കിൾ ഉണ്ടാക്കാം. അല്ലേ? അപ്പോൾ 3 triangles 9 ഈർക്കിൾ ബീഡ്സ്, 12 ഈർക്കിൾ ബീഡ്സ് 4 triangles, 15 ഈർക്കിൾ ബീഡ്സ് 5 triangles, 18 ഈർക്കിൾ ബീഡ്സ് 6 triangles, 21 ഈർക്കിൾ ബീഡ്സ് 7 triangles, 24 ഈർക്കിൾ ബീഡ്സ് 8 triangles. മനസ്സിലായല്ലോ? അപ്പോൾ ഷേപ്സും നമ്പേഴ്സും എത്രയെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ട്രയാങ്കിൾസ് 8, റെക്ടാങ്കിൾസ് 6. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് എ റെക്ടാങ്കിൾ ഹിയർ. റെക്ടാങ്കിൾ എന്ന് എഴുതിയെടുത്ത് ഒരു റെക്ടാങ്കിളും ട്രയാങ്കിൾ എന്ന് എഴുതിയെടുത്ത് ട്രയാങ്കിളും വരയ്ക്കാം. ഹൗ മെനി ഈർക്കിൾ ബീഡ്സ് ഡിഡ് യു യൂസ് ടു മേക്ക് എ റെക്ടാങ്കിൾ? ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര ഈർക്കിൾ ബീഡ്സ് യൂസ് ചെയ്തു? 4. How many for a triangle? How many for a triangle? 3 ഈർക്കിൾ ബീഡ്സ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. പിക്ചേഴ്സ് ഇൻ ടൈൽസ്. ടൈൽസിലെ ചിത്രങ്ങൾ. The ഗ്രാമപഞ്ചായത്ത് ഹാസ് മെയ്ഡ് എ സ്മാർട്ട് ക്ലാസ് റൂം ഫോർ ദ സ്കൂൾ. ഗ്രാമപഞ്ചായത്ത് സ്കൂളിന് വേണ്ടി ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കി കൊടുത്തു. ആൻഡ് ദ ഫ്ലോർ ഈസ് ടൈൽഡ്. അതിൻ്റെ നിലം ടൈൽ ചെയ്തതാണ്. ഇസ്ൻ്റ് ഇറ്റ് നൈസ്? നല്ല രസമില്ലേ കാണാൻ? ഓക്കെ. സീ ദ ടൈൽ ഡിസൈൻസ് ദ ചിൽഡ്രൻ ഹാവ് ഡ്രോൺ. കുട്ടികൾ വരച്ച ടൈൽ ഡിസൈൻസ് നോക്കൂ. മേക്ക് എ ടൈൽ ഡിസൈൻ ബൈ ജോയിനിങ് ദ ഡോട്ട്സ് ബിലോ ആൻഡ് കളർ ഇറ്റ്. ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് ടൈൽസിൻ്റെ ഡിസൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. വാട്ട് ഷേപ്സ് ഡു യു ഗെറ്റ് ബൈ കട്ടിംഗ് എലോങ് ദ ഡോട്ടഡ് ലൈൻസ്. ഈ ഡോട്ടഡ് ലൈൻസിൽ കൂടെ ഈ ഓരോ ഷേപ്സും കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്സാണ് കിട്ടുന്നത്? ഇപ്പോൾ ആദ്യത്തെ ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ട്രയാങ്കിളാണ്. അല്ലേ? അതേപോലെ രണ്ടാമത്തെ ബി റെക്റ്റാങ്കിൾ കട്ട് ചെയ്യുമ്പോൾ 2 റെക്റ്റാങ്കിൾ തന്നെ കിട്ടും. സിയിലും 2 റെക്റ്റാങ്കിൾ തന്നെ കിട്ടുന്നുണ്ട്. അല്ലേ? ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചർ ബിലോ into 2 triangles. For which figures can't you do this? Cannot do this. ഏതെല്ലാം പിക്ചേഴ്സിനാണ് അങ്ങനെ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ട്രയാങ്കിൾസ് ആക്കാൻ കഴിയാത്തത്? നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യത്തേതിൽ ലൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഷേപ്സൊക്കെ തന്നിട്ടുണ്ട്. രണ്ടാമത്തേതിൽ നമ്മൾ സിംഗിൾ ലൈൻ വെച്ച് കട്ട് ചെയ്തപ്പോൾ 2 ട്രയാങ്കിൾസ് എയ്ക്കും ബിക്കും സിക്കും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഡിക്കും ഇക്കും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ കനോട്ട് ഡു എന്ന് നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിക്കും ഇക്കും ഒരു ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. വാട്ട് കംസ് നെക്സ്റ്റ്?
ഇനി അടുത്തത് എന്താണ്? പാറ്റേൺ ആണ്. അപ്പോൾ ചിത്രത്തിലെ പാറ്റേണുകൾ ശ്രദ്ധാപൂർവം നോക്കി മനസ്സിലാക്കുക. അടുത്തത് ആരാണ്, ഓരോ സർക്കിൾസൊക്കെ എവിടെയാണ് വരുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ഇത് ശരിക്കുള്ള ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കാം. ഷേപ്സ് അറൗണ്ട് us. See the picture. Do you see any familiar shapes? Write them down. അപ്പോൾ നമുക്കിവിടെ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ എന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം നമുക്ക് റെക്റ്റാങ്കിളിനും ട്രയാങ്കിളിനും സർക്കിളിലും നമ്മുടെ ചുറ്റിലും കാണുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഡു യു സീ എനി സച്ച് ഷേപ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ? റൈറ്റ് ദം ഇൻ ദ ടേബിൾ ബിലോ. നമ്മുടെ സ്കൂളിലും പുറത്തുമായി കാണുന്ന ഈ ഷേപ്പുകളുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതി കൊടുക്കാം. Do you see any such shapes in and around your school? Write them in the table below. ഇപ്പോൾ നമ്മുടെ സ്കൂളിലും പുറത്തുമായിട്ട് നമ്മൾ കാണുന്ന ഈ ഷേപ്പിലുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ. റെക്റ്റാങ്കിളിൽ ഡോർ, വിൻഡോ, ബ്ലാക്ക് ബോർഡ്, ബെഞ്ച്, ടേബിൾ, ബുക്ക്. ട്രയാങ്കിളിൽ റൂഫ്, സെറ്റ് സ്ക്വയർ, ട്രയാങ്കിൾ ചാർട്ട്, സമോസ, ക്രിസ്മസ് ട്രീ. സർക്കിളിൽ വാൾ ക്ലോക്ക്, പ്ലേറ്റ്, ബാങ്കിൾ, റിങ്, ടയർ, ലിഡ്. ഇതെല്ലാമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വുഡൻ ഷേപ്സ് ആണ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഷേപ്സ് വിത്ത് വുഡൻ ബ്ലോക്സ്. ഇത് ബ്ലോക്കുകളാണ്, കണ്ടില്ലേ? വെറും റെക്റ്റാങ്കിൾ അല്ല, ഇത് റെക്റ്റാങ്കുലർ ബ്ലോക്കുകളാണ്. യു ക്യാൻ ആൾസോ പ്ലേ സച്ച് ഗെയിംസ്. നിങ്ങൾക്കും ഇതുപോലെയുള്ള കളികൾ കളിക്കാം. ഹു മെയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാക്ക്? ആരാണ് കൂടുതൽ ഉയരത്തിൽ അടുക്കി വെച്ചത് എന്നാണ് നമ്മൾ ഈ കളിയിൽ നോക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് റൈറ്റ് ദ നെയിംസ് ഓഫ് സം ഒബ്ജക്ട്സ് ഷേപ്ഡ് ലൈക്ക് റെക്റ്റാങ്കുലർ ബ്ലോക്സ്. ഇപ്പം നമ്മൾ കണ്ട മരക്കട്ട ഉണ്ടല്ലോ, അതാണ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ഷേപ്പ്. അതേപോലെയുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്സ് പോലെയുള്ള സാധനങ്ങളും ആൻഡ് ബോൾസ്, നമ്മുടെ പന്ത് പോലെയുള്ള സാധനങ്ങളും ഏതൊക്കെയാണ്? ആ ഷേപ്പുകളാണ് നമ്മളിവിടെ എഴുതുന്നത്. റെക്റ്റാങ്കുലർ ബ്ലോക്സിൽ ബ്രിക്ക്, അതായത് ഇഷ്ടിക, എറേസർ, നിങ്ങളുടെ മായ്ക്കുന്ന ആ റബ്ബർ, മാച്ച് ബോക്സ്, പിന്നെ ചോക്ലേറ്റ് ബാർ. ഓക്കെ, ഇനി ബാൾസിലാണെങ്കിൽ നമ്മുടെ പന്ത്, ബാള്, എർത്ത്, മാർബിൾ എന്ന് പറഞ്ഞാൽ ഈ ഗോലി, ഗൂസ്ബെറി, നെല്ലിക്ക, ഇതൊക്കെ നമുക്ക് ഇതിലും ഉൾപ്പെടുത്താം. ബ്രിക്ക് ഈസ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടികയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരണം. അതുപോലെ ബാൾ ഈസ് എ സ്പിയറും ഒരു ഷേപ്പാണ്. അപ്പോൾ ബോൾ കാണുമ്പോൾ, എർത്ത് കാണുമ്പോൾ ഒക്കെ നമുക്ക് എർത്തിൻ്റെ മോഡലായ ഗ്ലോബ് കേട്ടോ, ഗ്ലോബും ഇതിൽ എഴുതിയിട്ടില്ല. ഓക്കെ, ബോൾ ഈസ് എ സ്പിയർ. മനസ്സിലായില്ലേ? അടുത്തത് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ്. വിധു മെയ്ഡ് എ വെജിറ്റബിൾ പ്രിൻറ്റഡ് ടേബിൾ ക്ലോത്ത് ഫോർ ദ വർക്ക് എക്സ്പീരിയൻസ് കോണ്ടസ്റ്റ്. വർക്ക് എക്സ്പീരിയൻസ് മത്സരത്തിന് വിധു ചെയ്തത് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ്. അത് ടേബിൾ ക്ലോത്തിലാണ് ചെയ്തത്. വർക്ക് എക്സ്പീരിയൻസ് കോണ്ടസ്റ്റിലാണ് കേട്ടോ. ഹി യൂസ്ഡ്, അവൻ എന്തെല്ലാം ഉപയോഗിച്ചു? ഒക്ര എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ്. നമ്മളധികം ഒക്ര എന്നല്ല പറയാറ്, ലേഡീസ് ഫിംഗർ എന്നാണ് മുമ്പൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പുസ്തകങ്ങളിലൊക്കെയും കാണുന്നത് ഒക്ര എന്നുള്ള വേർഡാണ്. ഹി യൂസ്ഡ് ഒക്ര, ക്യാരറ്റ്, പൊട്ടാറ്റോ ആൻഡ് ഒനിയൻ ടു മേക്ക് ഇറ്റ്. ഇതെല്ലാം കൊണ്ടാണ് അവൻ ആ ടേബിൾ ക്ലോത്ത് പെയിൻറ്റ് ചെയ്തത്. ക്യാൻ യു ടു മേക്ക് സച്ച് പ്രിൻറ്റ്സ്? നിങ്ങൾക്കും ഇതേപോലെ ഓരോന്നും ഉപയോഗിച്ച് പ്രിൻറ്റുകൾ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഇവിടെ കുറച്ച് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലെ ഇവാലുവേഷൻ പ്രവർത്തനങ്ങളാണ്. ഇവാലുവേഷൻ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം.
Look at the pictures on page 7. Which picture do you like the most? പേജ് 7 എടുക്കുക. അതിലേറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണെങ്കിൽ അതിൻ്റെ പേര് ഇവിടെ എഴുതുക. വാട്ട് ഷേപ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? ആ പിക്ചറിൽ ഏതെല്ലാം ഷേപ്സുകളുണ്ട് എന്നും ഇതിൽ എഴുതണം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പേജ് 7 നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ട്രെയിൻ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ട്രെയിൻ എഴുതാം. പിന്നെ ഇതിൽ ഏതെല്ലാം ഷേപ്സ് ആണുള്ളത്? ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ. മേക്ക് വൺ സച്ച് ഇൻ ദ സാൻഡ് ട്രേ. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഉണ്ടാക്കാം. ഇനി രണ്ടാമതായിട്ട് ജോയിനിങ് ഷേപ്സ് ആണ്. യൂസ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ടു ഡ്രോ എനി പിക്ചർ യു ലൈക്ക്. അപ്പോൾ നമുക്കിതിൽ ഇതുപോലെ ഒരു പിക്ചർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാറും റോക്കറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, കാറ്റ് ഒക്കെ. ഓക്കെ, കളർ ദ പിക്ചർ ബിലോ ആൻഡ് മേക്ക് ഇറ്റ് പ്രിറ്റി. ലാസ്റ്റ് നിങ്ങൾക്ക് ഇത് കളർ ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതെല്ലാം മനോഹരമായിട്ട് ചെയ്യുക. നല്ല രസമുള്ള ഒരു യൂണിറ്റാണ് ലെറ്റ്സ് ഡ്രോ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.